ഹായ് ഹലോ ഗായ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ട്. അപ്പോൾ ചെറിയ സാഹചര്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ഒരുപാട് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് ഇടാതിരുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ വ്യൂസും വാച്ച് അവറും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമ്മൾ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഒരു ഫാമിലി എല്ലാം ആയിട്ടൊരു പരിപാടിയാണ്. ഞാനും അമ്മയും അതുപോലെ നാത്തൂൻ്റെ പിള്ളേരുമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇന്ന് ടി വി കാണും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മോനും ആങ്ങളയുടെ മോനുമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമല്ലേ, ഒരേ വൈബാണ് കേട്ടോ. പിള്ളേരെല്ലാം കൂടെ ഭയങ്കര കളിയും ചിരിയും തമാശയും. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആങ്ങള ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കൂടെ ഒരു ദിവസം കൂടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സമയം 8-8:30 ആയപ്പോൾ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്ത് എന്നിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാരി കൊടുക്കുന്നുണ്ട്, അതുപോലെ അല്ലാതെ വാരി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കളിയാണ് മെയിൻ. അപ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കുഞ്ഞു പിള്ളേരല്ലേ, എല്ലാം 2.5, 3, 3.5, 4 വയസ്സൊക്കെ ഉള്ള ആൾക്കാരല്ലേ. അപ്പം എല്ലാവരും കൂടെ ഭയങ്കര കളിയൊക്കെയാണ്. നല്ലൊരു ഓളമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു വിഷമം. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നല്ലോ, എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് കുറച്ച് സമയമാണെങ്കിൽ ഇരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഒക്കെ ഒരു വിശേഷം. നൈറ്റാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇനി എൻ്റെ വീട്ടുകാരും കൂടെ വരാനുണ്ട് കേട്ടോ. അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ. പിള്ളേരെല്ലാം ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങളെടുത്ത് അതേ കയറുന്നതും ഇരിക്കുന്നതും കളികളൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നമ്മൾ കുറച്ചായി വീഡിയോസ് ഇടാത്തതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂസ് എല്ലാം പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് കാണണം വലിയ വീഡിയോസൊക്കെ. എന്നെങ്കിലേ നമുക്കും ഇനി നമ്മുടെ ചാനലൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസൊന്നും വലിയ രീതിയിൽ ആഘോഷിച്ചൊന്നുമില്ല. ഈ പ്രാവശ്യം നമുക്കത് പറ്റിയില്ല. പോട്ടെ, നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം അല്ലേ. അപ്പോൾ ഇല്ല, കളിയുടെ ഇടയ്ക്ക് നമുക്ക് വീഴ്ചയും ഓട്ടവും ചാട്ടവും കരച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ബിരിയാണിയും അതുപോലെ തന്നെ കപ്പയും മീനും ചിക്കനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അവരോട് വന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഇപ്പോൾ സൺഡേ നൈറ്റാണ് കേട്ടോ. സൺഡേയിലെ എല്ലാവരും ഫ്രീ ആയിട്ടുള്ളത്, അവധിയുള്ള ദിവസം. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അച്ഛനും ആങ്ങള, നാത്തൂന്, അമ്മ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതെല്ലാം ഒന്നുകൊണ്ട് ടേബിളിൽ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. വാട്ടുകപ്പയാണ് സ്പെഷ്യൽ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവർ കഴിക്കാൻ ചെയ്തപ്പം പിള്ളേർ കഴിപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് കളിയാണ്. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണിയൊക്കെയാണെന്ന് പറഞ്ഞാൽ കപ്പയാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം. വാട്ടുകപ്പയൊക്കെയാണ് കൂടുതലിഷ്ടം. അപ്പോൾ എല്ലാവരും വാട്ടുകപ്പയും ബിരിയാണി, ചിക്കനും മീൻ കറിയും ഒക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇന്ന് തിങ്കൾ, നാളെ ചൊവ്വാഴ്ചയാണ് ആങ്ങളെ പോകുന്നത്. അപ്പം 1 മാസം 1.5 മാസമൊക്കെ എളുപ്പം കഴിഞ്ഞു പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ വന്നതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റിയില്ല. ഒന്ന് പുറത്തു പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല നാടൻ വൈനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഹാപ്പിയായി ജോളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടോ. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകാനാണ് കാര്യം. അവന് പോകേണ്ടതുകൊണ്ട് നമുക്ക് അച്ചാർ കാര്യങ്ങളൊക്കെ ഇടേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കാണ് അവർക്കും. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു പിള്ളേരുടെ കളിയും കാര്യങ്ങളും കഴിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ മോനെ ഫുഡ് കഴിക്കാനേ സമ്മതിക്കത്തില്ല. മുട്ടായിക്ക് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ബലൂണിൻ്റെ കളിയാണ് ഭയങ്കര. അപ്പം അതും അങ്ങനെ ഓരോരോ പരിപാടികളും അതിൻ്റെ ഇടയ്ക്ക് അവർ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഓരോരോ നിർബന്ധമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് നമ്മളെ പുതിയ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് വലിയൊരു സന്തോഷമല്ലേ. കുഞ്ഞിൻ്റെ കാശിയുടെ ആങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ആങ്ങൾ വരുമ്പോൾ നമുക്കൊരു വലിയ വീഡിയോ ഇടാമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല.
അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലായിരുന്നു, പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ അവരെ ഇങ്ങോട്ട് വിളിച്ചു, എല്ലാവരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്തു നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിള്ളേരെയും കൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതല്ലേ, പാട്ടൊക്കെ പാടാൻ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ അവൻ പോയി എടുത്ത വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉള്ള സകലമാന വണ്ടികളും എടുത്ത് നിരത്തിയിട്ടേക്കുക. എങ്കിലും എടുത്ത വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ കൂടെ പോകാൻ വേണ്ടി വാശി പിടിക്കുന്നുണ്ട്. കേട്ടോ, ആങ്ങളെ കൊണ്ട് എടുപ്പിച്ചേക്കുന്നുണ്ട്. രണ്ടും തോളെ കയറിയിരിക്കുകയാണ്. കൂടെ പോകാൻ വേണ്ടി അവിടെ പോകണം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മണി 10:30 അവന് അങ്ങനെ വിഷയമില്ല, അവർ പോകണമെന്ന് പറഞ്ഞ് വഴക്ക് വാശിയിട്ടുകൊണ്ടിരിക്കുക. അതാ ഇറങ്ങി പോവുക, ഇതൊക്കെല്ലാം പുറകെ പോവുക. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും രസമായിരുന്നു എല്ലാം കൂടെ, എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഹാപ്പിനെസ്, സന്തോഷം. നമ്മുടെ കുടുംബമല്ലേ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിച്ച് പൊളിച്ചൊരു നൈറ്റ്. ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ വന്ന് കഴിയുമ്പോൾ അവിടെ പോകണം, ബീച്ചിൽ പോകണം, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഫ്ലോപ്പായി പോയി ഗൈസ്. സാരമില്ല, നമുക്ക് അടുത്ത വർഷം പോകാം.